സ്വാഗതം. നിങ്ങൾ കടലിൽ ഡൈവ് ചെയ്യുമ്പോൾ ഡോൾഫിനുകളെ കണ്ടിട്ടുണ്ടാകാം. ആ വേഗത, ആ ചാട്ടം, ആ കളി കാണാൻ എന്തു ഭംഗിയാണല്ലേ. ശരിയാണ്, അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. പക്ഷേ അവ കടലിലെ ഭംഗിയുള്ള കളിപ്പാട്ടങ്ങൾ മാത്രമാണോ, അതോ നമ്മൾ ഇതുവരെ പൂർണ്ണമായി മനസ്സിലാക്കാത്ത ഒരു വലിയ രഹസ്യത്തിന്റെ താക്കോലാണോ? ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ തന്ന ഈ വിവരങ്ങൾ, ബോൺ സഫാരി കോവളത്തിന്റെ മെറ്റീരിയൽ, ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ശരി, നമുക്ക് ഡോൾഫിനുകളുടെ ലോകത്തേക്ക് ഒന്ന് ആഴത്തിൽ ഊളിയിട്ട് നോക്കിയാലോ? തീർച്ചയായും. കാരണം ഡോൾഫിനുകളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ മെറ്റീരിയലിലുണ്ട്. അവയുടെ സൗന്ദര്യത്തിനപ്പുറമുള്ള ബുദ്ധിയെയും സമുദ്രത്തിലെ സ്ഥാനത്തെയും കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡോൾഫിൻ ഒരു മീനാണെന്ന് ഇപ്പോഴും കരുതുന്ന ഒരുപാട് പേരുണ്ടല്ലേ? ഉണ്ട്, ഒരുപാട് പേരുണ്ട്. സ്കൂളിൽ തിമിംഗലം സസ്തിനിയാണെന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും ഡോൾഫിനുകളുടെ കാര്യത്തിൽ ആ ചിന്ത പലർക്കും വരാറില്ല. എന്നാൽ ആ ധാരണ തികച്ചും തെറ്റാണ്. തികച്ചും തെറ്റാണ്. അതൊരു വലിയ വ്യത്യാസമാണ്. ശാസ്ത്രീയമായി അവയെ സിറ്റേഷൻസ് എന്ന് പറയും. സിറ്റേഷൻസ്? അതെ, സിറ്റേഷൻസ്. ലളിതമായി പറഞ്ഞാൽ കരയിൽ ജീവിച്ചിരുന്ന സസ്തിനികൾ. അവ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കടൽ ജീവിതവുമായി ഇണങ്ങിച്ചേർന്നവരാണ്. അതുകൊണ്ടുതന്നെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ അവ നമ്മളോട് വളരെ അടുത്തു നിൽക്കുന്നു. ഉദാഹരണത്തിന് പ്രധാനമായും ഒരു 3 കാര്യങ്ങൾ. ഒന്ന്, ശ്വാസമെടുക്കുന്നത്. ഒരു ഡൈവർ എന്ന നിലയിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഓക്സിജൻ സിലിണ്ടറുമായി വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ ഡോൾഫിനുകൾ പോകുന്നത് സ്വന്തം ശ്വാസകോശത്തിലെ വായുവുമാണ്. അതായത് മത്സ്യങ്ങളെപ്പോലെ ചെകിളപ്പൂക്കളില്ല. ഇല്ല, വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുക്കാൻ അവയ്ക്കാവില്ല. അതുകൊണ്ടാണ് ഓരോ ഏതാനും മിനിറ്റിലും അവ മുകളിലേക്ക് കുതിച്ചുയർന്ന് തലയ്ക്ക് മുകളിലുള്ള ആ ബ്ലോ ഹോൾ വഴി ശ്വാസമെടുക്കുന്നത്. അതെ, ആ പുറത്തേക്ക് വെള്ളം ചീറ്റുന്ന കാഴ്ചയില്ലേ, അത് ശരിക്കും ശ്വാസം പുറത്തേക്കും അകത്തേക്കും എടുക്കുന്നതാണ്. ഓഹോ. രണ്ടാമതായി, അവയുടെ ശരീരം നമ്മളെപ്പോലെ വാം ബ്ലഡഡ് ആണ്. എന്നുവെച്ചാൽ കടലിലെ തണുത്ത വെള്ളത്തില് അവയുടെ ശരീരതാപനില കുറഞ്ഞു പോകില്ല. സ്വന്തമായി ഊർജം ഉപയോഗിച്ച് ശരീരം ചൂടാക്കി നിർത്താൻ അവയ്ക്ക് കഴിയും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതുമായ കാര്യം മൂന്നാമത്തേതാണ്: അവയുടെ തലച്ചോറ്. ബുദ്ധിശക്തി. അത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ഉണ്ട് ഈ പറയുന്ന ബുദ്ധി? മനുഷ്യൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളിലൊന്നാണ്. അത്രയ്ക്കുണ്ടോ? ഉണ്ട്. അവയ്ക്ക് സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, ഉപകരണങ്ങൾ ഉപയോഗിക്കാനറിയാം, പിന്നെ തലമുറകളായി അറിവുകൾ കൈമാറാനും സാധിക്കും. കൊള്ളാം. പിന്നെ സ്വയം കണ്ണാടിയിൽ തിരിച്ചറിയാനുള്ള കഴിവ്. ചിമ്പാൻസികൾക്കും ആനകൾക്കും പുറമെ ഈ കഴിവുള്ള വളരെ കുറച്ചു ജീവികളേ ഉള്ളൂ. ഇത് സെൽഫ് അവെയർനെസ് അഥവാ സ്വത്വബോധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ ബുദ്ധിശക്തിയുടെ കാര്യം പറയുമ്പോഴാണ് അടുത്തൊരു കാര്യം ഓർമ്മ വരുന്നത്. ഡോൾഫിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരൊറ്റ രൂപമേ ഉള്ളൂ. പക്ഷേ ഈ ലോകത്ത് 40-ൽ അധികം തരം ഡോൾഫിനുകളുണ്ടത്രേ. ശരിയാണ്. അതിലെന്നെ ശരിക്കും ഞെട്ടിച്ച ഒരു വിവരം, കൊലയാളി തിമിംഗലം എന്ന പേരിൽ നമ്മൾ ഭയത്തോടെ കാണുന്ന ഓർക്ക യഥാർത്ഥത്തിൽ ഒരു തിമിംഗലമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഡോൾഫിനാണെന്നതാണ്. അതെ, ആ പേര് അവയോട് ചെയ്ത ഏറ്റവും വലിയൊരു ദ്രോഹമാണ്. കിലോ വെയിൽ എന്ന പേര് കേൾക്കുമ്പോൾ ക്രൂരനായ ഒരു വേട്ടക്കാരനെയാണ് നമ്മൾ ഓർക്കുക. പക്ഷെ അവയുടെ ബുദ്ധിയെയും ആ സങ്കീർണമായ സാമൂഹിക ജീവിതത്തെയും ആ പേര് പൂർണ്ണമായും മറച്ചുവെക്കുന്നു. അപ്പോ ഫ്രീ വില്ലി സിനിമയിലെ ആ തിമിംഗലം യഥാർത്ഥത്തിൽ ഒരു ഭീമൻ ഡോൾഫിനായിരുന്നോ? ആ സിനിമയിൽ കാണിക്കുന്ന പോലെയുള്ള ആ ഒരു കുടുംബ ബന്ധവും ആശയവിനിമയവുമൊക്കെ ഡോൾഫിനുകളുടെ സ്വഭാവവുമായി കൂടുതൽ ചേർന്നു നിൽക്കുന്നതാണോ? തീർച്ചയായും. ഓർക്കകൾക്ക് വളരെ സങ്കീർണമായ കുടുംബഘടനയാണുള്ളത്. അമ്മയുടെ നേതൃത്വത്തിലുള്ള കൂട്ടങ്ങളായിട്ടാണ് അവ ജീവിക്കുന്നത്. ആണോ? അതെ. ഓരോ കൂട്ടത്തിനും അവരുടേതായ ഭാഷാഭേദങ്ങൾ, അതായത് ഡയലക്ട്സ് ഉണ്ട്. തലമുറകളായി കൈമാറി വരുന്ന ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ വേട്ടയാടൽ തന്ത്രങ്ങളുണ്ട്. ചില ഓർക്കക്കൂട്ടങ്ങൾ തിരമാലയുണ്ടാക്കി മഞ്ഞുമലയിലുള്ള സീലുകളെ വെള്ളത്തിൽ വീഴ്ത്തി പിടിക്കുമ്പോൾ മറ്റു ചിലർ കൂട്ടമായി ചേർന്ന് വലിയ തിമിംഗലങ്ങളെ വരെ വേട്ടയാടും. ഇതിനൊക്കെ അപാരമായ ബുദ്ധിയും ആശയവിനിമയവും ആസൂത്രണവും വേണം. ശരിയാണ്. അവയെ വെറും കൊലയാളി എന്ന് വിളിക്കുന്നത് മനുഷ്യനെ ചതിയൻ എന്ന് മാത്രം വിളിക്കുന്നത് പോലെ അപൂർണമാണ്.
ഡോൾഫിൻ കുടുംബത്തിലെ അംഗമാണെന്ന് അറിയുമ്പോഴാണ് അവയുടെ ഈ കഴിവുകൾക്ക് കൂടുതൽ അർത്ഥം വരുന്നത്. ഒരു വശത്ത് ഓർക്കയെപ്പോലെ ഭീമാകാരന്മാർ, അപ്പോ മറുവശത്ത് തീരെ ചെറിയ ഡോൾഫിനുകളുമുണ്ടോ? തീർച്ചയായും. ഈ വൈവിധ്യത്തിന്റെ മറ്റേ അറ്റത്ത് ചെളി നിറഞ്ഞ ശുദ്ധജല നദികളിൽ ജീവിക്കുന്ന നദി ഡോൾഫിനുകളുണ്ട്. അവയിൽ പലതിനും കാഴ്ചശക്തി തീരെയില്ല. കാഴ്ചയില്ലാത്ത ഡോൾഫിനുകളോ? അതെ. ഈ വൈവിധ്യം കാണിക്കുന്നത് തന്നെ വ്യത്യസ്തമായ സാഹചര്യങ്ങളുമായി എത്രത്തോളം ഇണങ്ങിച്ചേരാൻ ഈ ജീവികൾക്ക് കഴിയുമെന്നാണ്. ഈ നദി ഡോൾഫിനുകളെപ്പറ്റി പറഞ്ഞപ്പോഴാണ് അങ്ങനെയൊന്നും നമ്മുടെ ഇന്ത്യയിലുമുണ്ടല്ലോ. ഇന്ത്യയുടെ ദേശീയ ജലജീവി തന്നെ ഒരു ഡോൾഫിനാണ് എന്ന കാര്യം ഒരുപക്ഷെ പലർക്കും പുതിയൊരറിവായിരിക്കും. അതെ, ഗംഗാനദിയിലെ ഡോൾഫിൻ പ്ലാറ്റിനിസ്റ്റ ഗാംഗറ്റിക്ക. അവയുടെ കാര്യം വളരെ സവിശേഷമാണ്. ഗംഗ, ബ്രഹ്മപുത്ര പോലുള്ള കലങ്ങിയ നദികളിലാണ് അവയുടെ വാസം. ആ ചെളിവെള്ളത്തിൽ കണ്ണിന് വലിയ പ്രയോജനമില്ലായിരിക്കും അല്ലേ? അതെ. അതുകൊണ്ട് പരിണാമഘട്ടത്തിൽ അവയുടെ കാഴ്ചശക്തി ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അപ്പോൾ കാഴ്ചയില്ലാതെ എങ്ങനെയാണ് അവ ഇരപിടിക്കുന്നത്? ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞു നടക്കുന്നത് പോലെ ആവില്ലേ? അവിടെയാണ് അവയുടെ സൂപ്പർ പവർ വരുന്നത്, എക്കോലൊക്കേഷൻ. എക്കോലൊക്കേഷൻ. ഇത് മനസ്സിലാക്കാനൊരു ഉദാഹരണം പറയാം. ഒരു ഇരുട്ടുമുറിയില് നമ്മളൊരു കല്ലെടുത്തെറിഞ്ഞാൽ അതെവിടെ തട്ടുന്നു എന്ന ശബ്ദം കേട്ട് നമുക്ക് ആ മുറിയെക്കുറിച്ചൊരു ധാരണയുണ്ടാക്കാമല്ലോ. ശരിയാണ്. അതുപോലെ ഡോൾഫിനുകൾ നമുക്ക് കേൾക്കാൻ പോലും കഴിയാത്ത ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിക്കും. ഈ ശബ്ദം മുന്നിലുള്ള മീനിലോ പാറയിലോ തട്ടി തിരിച്ചു വരുമ്പോൾ ആ പ്രതിധ്വനി വിശകലനം ചെയ്ത് അവയ്ക്ക് മുന്നിലുള്ളതിന്റെ കൃത്യമായ രൂപവും വലുപ്പവും ദൂരവും അത് ചലിക്കുന്നുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ബിൽറ്റ്-ഇൻ സൂപ്പർ സോണാർ സിസ്റ്റം പോലെയാണത്. അതെ, അതുതന്നെ. അവിശ്വസനീയം. ശ്വാസമെടുക്കുമ്പോൾ അവയുണ്ടാക്കുന്നൊരു പ്രത്യേക ശബ്ദത്തിൽ നിന്നാണ് അവയ്ക്ക് സുസു എന്നൊരു പേര് വന്നതെന്നും കേട്ടിട്ടുണ്ട്. ശരിയാണ്. ആ പേര് പോലും നമ്മുടെ സംസ്കാരവുമായി അവ എത്രത്തോളം ഇഴകിച്ചേർന്നിരുന്നു എന്നതിന്റെ തെളിവാണ്. പക്ഷേ ഇന്ന് അവ കടുത്ത വംശനാശ ഭീഷണിയിലാണ്. ഓഹോ. അതുകൊണ്ടാണ് 1972 വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ ഐയിൽ ഉൾപ്പെടുത്തി കടുവയ്ക്കും ആനയ്ക്കും തുല്യമായ നിയമപരിരക്ഷ നൽകിയിരിക്കുന്നത്. ഗംഗാനദിയിലെ ഡോൾഫിനുകൾക്ക് ഇത്രയും നിയമപരിരക്ഷ നൽകുന്നത് അതിന്റെ പ്രാധാന്യം കൊണ്ടാണല്ലോ. അപ്പോൾ പൊതുവായി കടലിലെ ഡോൾഫിനുകൾക്ക് ഇത്രയേറെ പ്രാധാന്യം നൽകാൻ കാരണമെന്താണ്? അവ വെറും മത്സ്യങ്ങളെ പിടിച്ച് ജീവിക്കുകയല്ലേ ചെയ്യുന്നത്? അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അവ വെറും വേട്ടക്കാരല്ല, മറിച്ച് സമുദ്രത്തിലെ ആവാസവ്യവസ്ഥയുടെ ബാലൻസ് നിലനിർത്തുന്ന എഞ്ചിനീയർമാരാണ്. അതുകൊണ്ടാണ് അവയെ സമുദ്രത്തിന്റെ കാവൽക്കാർ അല്ലെങ്കിൽ ഗാർഡിയൻസ് ഓഫ് ബാലൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗാർഡിയൻസ് ഓഫ് ബാലൻസ്. അതെ, അവ ഭക്ഷ്യശൃംഖലയുടെ ഏറ്റവും മുകളിലുള്ള ഏപെക്സ് പ്രിഡേറ്റേഴ്സ് ആണ്. ഒരു മിനിറ്റ്, അവിടെ എനിക്കൊരു സംശയമുണ്ട്. അവ പ്രായമായതോ രോഗം ബാധിച്ചതോ ആയ മത്സ്യങ്ങളെ തെരഞ്ഞെടുത്ത് വേട്ടയാടുന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കാൻ നല്ലതാണെങ്കിലും ഒരു ഡോൾഫിൻ എങ്ങനെയാണ് ഒരു മീനിന് രോഗമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്? വളരെ നല്ല ചോദ്യം. അവയ്ക്ക് കാണുന്നതിനെയെല്ലാം പിടിക്കുക എന്നല്ലേ ഉള്ളൂ. ഡോൾഫിനുകൾക്ക് മീനിന്റെ മെഡിക്കൽ റിപ്പോർട്ട് നോക്കാൻ കഴിയില്ലല്ലോ. സംഗതി വളരെ ലളിതമാണ്. രോഗം ബാധിച്ചതോ പ്രായമായതോ ആയ മത്സ്യങ്ങൾ സാധാരണയായി കൂട്ടത്തിൽ നിന്ന് അല്പം പുറകിലായിരിക്കും, അല്ലെങ്കിൽ അവയുടെ നീന്തലിന്റെ വേഗത കുറവായിരിക്കും. ശരി. ഒരു സിംഹം കൂട്ടത്തിൽ ഏറ്റവും ദുർബലമായ മാനിനെ ലക്ഷ്യം വെക്കുന്നതുപോലെ ഡോൾഫിനുകളും പിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഇരയെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കേ. ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്നതാണെങ്കിലും അതിന്റെ ഫലം വളരെ വലുതാണ്. രോഗം ബാധിച്ചവയെ ഇല്ലാതാക്കുന്നതിലൂടെ മത്സ്യക്കൂട്ടങ്ങൾക്കിടയിൽ രോഗങ്ങൾ പകർച്ചവ്യാധിയായി പടരുന്നത് തടയുന്നു. ഇതൊരു പ്രകൃതിദത്തമായ ഹെൽത്ത് ചെക്കപ്പാണ്. അപ്പോൾ അവ കടലിലെ ഡോക്ടർമാരെ പോലെയാണ്. അത് കൊള്ളാം. ഒരു തരത്തിലതെ. അതുകൂടാതെ അവ ഓഷ്യൻ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് കൂടിയാണ്. അതായത് സമുദ്രത്തിന്റെ ആരോഗ്യത്തിന്റെ സൂചകങ്ങൾ. അതെങ്ങനെയാണ്? കാരണം സമുദ്രത്തിലെത്തുന്ന രാസവസ്തുക്കളും പ്ലാസ്റ്റിക്കും എല്ലാം അവയുടെ ശരീരത്തിലെ കൊഴുപ്പിൽ അടിഞ്ഞുകൂടും. അതിനാൽ ഒരു സ്ഥലത്ത് ഡോൾഫിനുകൾ ആരോഗ്യത്തോടെ വലിയ കൂട്ടമായി കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ സമുദ്രഭാഗം പൊതുവെ മലിനീകരണം കുറഞ്ഞതും ആരോഗ്യകരവുമാണെന്നാണ്. അപ്പോൾ നേരെ തിരിച്ചും ചിന്തിക്കാമല്ലോ. ഈ കാവൽക്കാരും എഞ്ചിനീയർമാരുമൊക്കെ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? അതൊരു വലിയ ദുരന്തമായിരിക്കുമോ? തീർച്ചയായും. ട്രോഫിക് കാസ്കേഡ് എന്നൊരു പ്രതിഭാസം സംഭവിക്കും. ട്രോഫിക് കാസ്കേഡ്? അതെ, PROPHIC, ട്രോഫിക് കാസ്കേഡ്.
കേൾക്കാൻ കുറച്ച് ഗൗരവമുള്ള വാക്കാണെങ്കിലും സംഭവം ഒരു ഡോമിനോ എഫക്റ്റ് പോലെയാണ്. ഒരു ചീട്ടുകൊട്ടാരം പോലെയാണോ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ആലോചിച്ചു നോക്കൂ, സമുദ്രം ഒരു വലിയ ചീട്ടകൊട്ടാരമാണ്. അതിന്റെ ഏറ്റവും മുകളിലെ പ്രധാനപ്പെട്ട ചീട്ടാണ് ഡോൾഫിൻ. നമ്മൾ ആ ചീട്ട് വലിച്ചെടുക്കുന്നു. എന്ത് സംഭവിക്കും? തൊട്ടു താഴെയുള്ള തട്ട്, അതായത് ഡോൾഫിനുകൾ ഭക്ഷിക്കുന്ന കണവ, ചെറിയ ചൂര പോലുള്ള ഇടത്തരം ജീവികൾ, അവയുടെ എണ്ണം നിയന്ത്രണമില്ലാതെ പെരുകും. അത് നല്ലതല്ലേ? മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ മീൻ കിട്ടില്ലേ? ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നാം. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടു നിൽക്കില്ല. ഈ ഇടത്തരം ജീവികളുടെ എണ്ണം പെരുകുമ്പോൾ അവർ അതിന്റെയും താഴെയുള്ള തട്ടിലെ ചീട്ടുകളെ, അതായത് ചെറുമത്സ്യങ്ങളെ പൂർണ്ണമായും തിന്നു തീർക്കും. ഓഹോ! ഫലമോ? ആ ചീട്ടുകൊട്ടാരം മൊത്തത്തിൽ തകർന്നു വീഴും. ചെറുമത്സ്യങ്ങളില്ലാതാകുമ്പോൾ അവ ഭക്ഷിച്ചിരുന്ന പ്ലവകങ്ങളും ആൽഗകളും നിയന്ത്രണമില്ലാതെ വളർന്നു പെരുകും. ഇത് വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കും. കടലൊരു പച്ച ചതുപ്പുപോലെയാകും. അവസാനം വാണിജ്യ മത്സ്യബന്ധനം പോലും തകരും. അപ്പോ ചുരുക്കത്തിൽ ഡോൾഫിനുകളില്ലാത്ത കടൽ ജീവനില്ലാത്ത ഒരു രോഗാതുരമായ കടലായിരിക്കും. അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇത്രയും ബുദ്ധിയും പ്രാധാന്യവുമുള്ള ഈ ജീവികൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികൾ എന്തൊക്കെയാണ്? പ്രധാനമായും ഒരു 3 എണ്ണമാണ് എടുത്തു പറയേണ്ടത്. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ബൈക്യാച്ച്. ബൈക്യാച്ച്, അതായത് മറ്റ് മത്സ്യങ്ങളെ പിടിക്കാനായി വിരിക്കുന്ന വലകളിൽ അബദ്ധത്തിൽ കുടുങ്ങിപ്പോകുന്നത്. വലയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അവയ്ക്ക് ശ്വാസമെടുക്കാൻ മുകളിലേക്ക് വരാൻ കഴിയില്ല. അയ്യോ! ഇത്രയും ബുദ്ധിയും സാമൂഹിക ജീവിതവുമുള്ള ഒരു ജീവി ഒരു വലയ്ക്കുള്ളിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞുതീരുന്നതൊന്നോർത്തു നോക്കൂ. ലോകമെമ്പാടും ഡോൾഫിനുകളുടെ അസ്വാഭാവിക മരണത്തിനുള്ള 1-ാം നമ്പർ കാരണം ഇതാണ്. ഇത് വളരെ സങ്കടകരമാണ്. മത്സ്യത്തൊഴിലാളികൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലെങ്കിലും അതിന്റെ ഫലം ഭീകരമാണ്. ഞാനൊരിക്കൽ ഡൈവ് ചെയ്യുമ്പോൾ ദൂരെ ഒരു ഡോൾഫിൻ കൂട്ടത്തെ കണ്ടിരുന്നു. അവയുടെ ആ വേഗതയും കളികളും നേരിൽ കാണുമ്പോൾ ശരിക്കും മനസ്സിലാകും അവ എത്രത്തോളം ഊർജ്ജസ്വരരും ബുദ്ധിയുള്ളവരുമാണെന്ന്. അങ്ങനെയൊരു ജീവി വലയിൽ കുടുങ്ങുന്നത് ആലോചിക്കാൻ കൂടി വയ്യ. നിങ്ങളുടെ അനുഭവം അത് കൃത്യമായി പറയുന്നു. രണ്ടാമത്തെ ഭീഷണി മലിനീകരണമാണ്. ഫാക്ടറികളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന രാസവസ്തുക്കളും നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുമെല്ലാം. അതെല്ലാം അവയുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുമല്ലോ. അതെ, അടിഞ്ഞുകൂടി രോഗങ്ങൾക്കും പ്രത്യുൽപാദനശേഷി കുറയുന്നതിനും കാരണമാകുന്നു. മൂന്നാമത്തേത് ശബ്ദമലിനീകരണമാണ്. ശബ്ദമലിനീകരണമോ? കടലിലോ? ഉണ്ട്. വലിയ കപ്പലുകളിൽ നിന്നും എണ്ണഖനനത്തിനും മറ്റും ഉപയോഗിക്കുന്ന സോണാർ ശബ്ദങ്ങൾ ഡോൾഫിനുകളുടെ എക്കോലൊക്കേഷൻ സംവിധാനത്തെ താറുമാറാക്കുന്നു. അത് അവയുടെ ചെവിയിൽ നിരന്തരം അലറുന്നതുപോലെയാണ്. ഇത് അവയ്ക്ക് വഴിതെറ്റാനും കൂട്ടം പിരിയാനും ചിലപ്പോൾ കൂട്ടത്തോടെ കരയ്ക്കടിയാനും വരെ കാരണമാകുന്നുണ്ട്. ഈ ഭീഷണികളെല്ലാം കേൾക്കുമ്പോൾ നിരാശ തോന്നുന്നു. എന്നാൽ ഇതിനൊരു മറുവശമുണ്ടല്ലേ? ബ്ലൂ ഇക്കോണമി എന്നൊരു ആശയം. അതായത് ഡോൾഫിനുകളെ ജീവനോടെ സംരക്ഷിക്കുന്നത് സാമ്പത്തികമായി ഗുണകരമാണെന്ന് പറയുന്നു. ഇത് വളരെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. തീർച്ചയായും. ഡോൾഫിനുകളെ വേട്ടയാടുന്നതിനേക്കാളും പിടിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടി സാമ്പത്തിക നേട്ടം അവയെ സംരക്ഷിക്കുന്നതിലൂടെയുണ്ട്. ഡോൾഫിൻ വാച്ചിംഗ് പോലുള്ള ഉത്തരവാദിത്ത ടൂറിസം ലോകമെമ്പാടും കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാനമുണ്ടാക്കുന്നു. ഇത് തീരദേശ സമൂഹങ്ങൾക്ക്, അതായത് ബോട്ട് ഓപ്പറേറ്റർമാർ, ഗൈഡുകൾ, ഹോട്ടലുകൾ എന്നിവർക്കെല്ലാം പതിറ്റാണ്ടുകളോളം സ്ഫുരവരുമാനം നൽകും. അപ്പോൾ ഒരു ഡോൾഫിനെ വേട്ടയാടി വിൽക്കുമ്പോൾ കിട്ടുന്ന ഒറ്റത്തവണത്തെ വരുമാനത്തേക്കാൾ എത്രയോ വലുതാണ് അതിനെ അതിന്റെ സ്വാഭാവിക ജീവിതം ജീവിക്കാൻ വിടുമ്പോൾ ഒരു സമൂഹത്തിന് വർഷങ്ങളോളം ലഭിക്കുന്ന വരുമാനം, അല്ലേ? സംശയമില്ല. ഒരു ഡോൾഫിൻ അതിന്റെ 30-40 വർഷത്തെ ജീവിത കാലയളവിൽ ടൂറിസത്തിലൂടെ മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഒരു പ്രാദേശിക സമൂഹത്തിന് നൽകിയേക്കാം. അത് സുസ്ഥിരമാണ്. പക്ഷേ ഇവിടെ ഉത്തരവാദിത്വ ടൂറിസം എന്ന വാക്കു പ്രധാനമാണ്. വളരെ പ്രധാനമാണ്. ഡോൾഫിനുകളെ കാണിക്കാൻ വേണ്ടി ബോട്ടുകൾ കൊണ്ട് അവയെ ഓടിച്ചിട്ട് പിടിക്കുന്നതും അവയുടെ വഴി തടസ്സപ്പെടുത്തുന്നതും ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതവയ്ക്ക് വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കും. അപ്പോ ശരിയായ രീതി എന്താണ്? അവയുടെ ലോകത്തേക്ക് അതിഥികളായി പോയി ശല്യപ്പെടുത്താതെ കാണുന്നതാണ് ശരിയായ രീതി. അപ്പോൾ ഡോൾഫിനുകളെ ചെറിയ ടാങ്കുകളിൽ അടച്ചിട്ട് പ്രദർശനം നടത്തുന്ന ഡോൾഫിനേരിയങ്ങളെക്കുറിച്ചോ? അതേറ്റവും ക്രൂരമായ ഒന്നാണ്.
വിശാലമായ സമുദ്രത്തിൽ ഒരു ദിവസം 100 കിലോമീറ്ററിലധികം സഞ്ചരിക്കുന്ന സങ്കീർണമായ സാമൂഹിക ജീവിതം നയിക്കുന്ന ഒരു ജീവിയെ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ വലിപ്പമുള്ള കോൺക്രീറ്റ് ടാങ്കിൽ അടച്ചിടുന്നത് ഒന്നോർത്തു നോക്കൂ. ചിന്തിക്കാൻ പോലും വയ്യ. അത് അവയ്ക്ക് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയുൾപ്പെടെ പല രാജ്യങ്ങളിലും അത് നിരോധിച്ചത്. ഡോൾഫിനുകളെ കാണേണ്ടത് കടലിലാണ്, ടാങ്കിലല്ല. അപ്പോൾ നമ്മൾ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തിരിച്ചുവരാം. ഡോൾഫിനുകൾ വെറും കളിപ്പാട്ടങ്ങളല്ല. അവ സമുദ്രത്തിന്റെ ആരോഗ്യത്തെയും നമ്മുടെ ഭാവിയെ വരെ സ്വാധീനിക്കുന്ന അവിഭാജ്യ ഘടകങ്ങളാണെന്ന് വ്യക്തമായി. ഒരു ഡൈവർ എന്ന നിലയിൽ നിങ്ങൾക്കവയെ കാണാൻ ഭാഗ്യം ലഭിച്ചാൽ ബോണ്ട് സഫാരി മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. അതെ, ഏറ്റവും പ്രധാനം, അവയെ നോക്കുക, പക്ഷേ തുടരുത്. അവയുടെ ലോകത്തെ ബഹുമാനിക്കുക. അതെ, അവയെ പിന്തുടരരുത്. അവയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അവയുടെ ജിജ്ഞാസ കൊണ്ട് അവ സ്വയം അടുത്തേക്ക് വന്നോളും. ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കരുത്. അരുത്. അത് അവയെ ഭയപ്പെടുത്താം. ഏറ്റവും നല്ല കാര്യം വെള്ളത്തിനടിയിൽ ശാന്തമായിരിക്കുക എന്നതാണ്. ഒരുപക്ഷേ അവയുടെ ക്ലിക്കുകളും വിസിലുകളും പോലുള്ള ആശയവിനിമയ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കാം. അതൊരു അവിസ്മരണീയമായ അനുഭവമായിരിക്കും. തീർച്ചയായും. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഇതിലെ ഒരു വാചകം മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഏതാണത്? ഡോൾഫിനുകൾ കേവലം മൃഗങ്ങളല്ല. അവ സ്വന്തമായി സംസ്കാരവും ഭാഷയുമുള്ള നോൺ ഹ്യൂമൻ പേഴ്സൺസ് ആണ്. അവയെ സംരക്ഷിക്കുന്നത് സമുദ്രത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. നോൺ ഹ്യൂമൻ പേഴ്സൺസ് എന്ന ആ പ്രയോഗം, അതായത് മനുഷ്യരല്ലാത്ത വ്യക്തികൾ. അതെ, അത് അവയുടെ ബുദ്ധിക്കും വികാരങ്ങൾക്കും സമൂഹം നൽകി തുടങ്ങിയ അംഗീകാരത്തിന്റെ അടയാളമാണ്. വളരെ ശരിയാണ്. ആ ഒരു കാഴ്ചപ്പാടൂടെ അവയെ കാണാൻ തുടങ്ങിയാൽ തന്നെ അവയോടുള്ള നമ്മുടെ സമീപനം മാറും. തീർച്ചയായും. നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി നൽകി നമുക്ക് അവസാനിപ്പിക്കാം. ഡോൾഫിനുകൾക്ക് സങ്കീർണമായ ഒരു ഭാഷയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ശാസ്ത്രലോകം ആ ഭാഷയുടെ ചുരുളഴിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. എന്നെങ്കിലും ഒരിക്കൽ ആ ഭാഷ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആഴക്കടലിന്റെ നിശബ്ദതയിൽ നിന്ന് അവർ നമ്മളോട് ആദ്യം എന്ത് രഹസ്യമായിരിക്കും പറയുക? അത് ഒരുപക്ഷെ ഒരു മുന്നറിയിപ്പായിരിക്കുമോ? അതോ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കടലിന്റെ ഒരു പാട്ടായിരിക്കുമോ?